ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് സേമിയ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പിന്നീട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അടുത്തതായിട്ട് നമുക്കൊരു കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവ് എടുക്കുക കേട്ടോ, അത് ഞാൻ അളവ് പറയാത്തത്. അപ്പോൾ അത് ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആയതുകൊണ്ടാണ് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് ഈ ഒരു കളറ് വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞൊന്നും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതേ കടായിലേക്ക് തന്നെ ഒരു 2.5 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഇതിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. സേമിയ കുക്കായില്ലെന്നുണ്ടെങ്കിൽ ഈ സ്വീറ്റിന് അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ സേമിയ നല്ലതുപോലെ കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ സേമിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന സേമിയ കുക്കായില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം മധുരമായിരിക്കും. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഇച്ചിരി വെള്ളം കണക്കല്ലേ ഇരിക്കുന്നത്, ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഒരുപാട് തിക്കായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മധുരമൊക്കെ സേമിയക്കകത്തൊക്കെ ഒന്ന് പിടിക്കുന്ന ഒരു സമയം അത്രയും വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂവും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കാഷ്യൂ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂവും മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് വെള്ള എള്ളും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ വെള്ള എള്ള്. അതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കാം, ചൂട് മാറ്റിയിട്ട് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സേമിയ കേസരിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഓണത്തിന് വാങ്ങിച്ചിട്ടുള്ള സേമിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.